നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിപ്രധാനമായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. നേപ്പാളിലും ടിബറ്റിലും ഭൂചലനം. നേപ്പാളിലെ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 7.1 രേഖപ്പെടുത്തി. ഇന്ന് രാവിലെ 6:35 നേപ്പാളിൽ ഭൂചലനം ഉണ്ടായത്. മാത്രമല്ല, ഇതിനു പിന്നാലെ ഉത്തരേന്ത്യയിൽ പലയിടത്തും പ്രകമ്പനമുണ്ടായി. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം നേപ്പാളിലെ ലുബുച്ചയ്ക്ക് 93 കിലോമീറ്റർ വടക്ക് കിഴക്ക് എന്നാണ് US ജിയോളജിക്കൽ സർവേ അറിയിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:47 അഫ്ഗാനിസ്ഥാനിൽ 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി. പിന്നാലെയാണ് നേപ്പാളിലും ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ടിബറ്റിലും ഭൂചലനമുണ്ടായി. കാഠ്മണ്ഡു അടക്കം പ്രധാന നഗരങ്ങളിലും ഭൂചലനം ഉണ്ടായി. ടിബറ്റിൽ നേപ്പാൾ അതിർത്തിക്കടുത്തായാണ് റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് ഇന്ത്യയിലെ ബീഹാർ, അസം എന്നിവിടങ്ങളിലും പ്രകമ്പനമുണ്ടായത്. ചൈനയുടെയും ബംഗ്ലാദേശിന്റെയും ചിലയിടങ്ങളിലും ഭൂചലനം ഉണ്ടായി. ആളുകൾ ഭയന്ന് വീടുകളിൽ നിന്നും അതുപോലെ തന്നെ അവരായിരുന്ന ഇടങ്ങളിൽ നിന്നും പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഈ ഭൂചലനത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായോ എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു വിവരം അല്ലെങ്കിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. നേപ്പാൾ ഇതിനു മുൻപും ശക്തമായ ഭൂചലനം ഉണ്ടായിട്ടുള്ള രാജ്യമാണ്. 2005 ഉണ്ടായ ഭൂചലനം വളരെ വലിയ രീതിയിലാണ് ജനങ്ങളെ ബാധിച്ചത്. 10,000-ലധികം പേർക്ക് ജീവൻ നഷ്ടമാകുന്ന ഒരു ഭൂചലനമായിരുന്നു 2005 ഉണ്ടായത്. 2005 നേപ്പാളിൽ ഉണ്ടായ ഭൂചലനത്തിൽ 50,000-ഓളം ഗർഭിണികളടക്കം വലിയ രീതിയിലുള്ള ദുരിതമായിരുന്നു നേരിട്ടത്. ജനസംഖ്യാ വളർച്ചയുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന ഐക്യരാഷ്ട്രസഭ ഏജൻസിയായ UNFPA പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഈ വെളിപ്പെടുത്തലുകൾ, ഈ ഒരു ഭൂചലനം എങ്ങനെയാണ് നേപ്പാളിലെ ജനതയെ ബാധിച്ചത്, പ്രത്യേകിച്ച് ഈ പ്രഗ്നന്റ് ആയിരുന്ന സ്ത്രീകളെ ഏത് രീതിയിലാണ് ബാധിച്ചത് എന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. മരുന്നും വെള്ളവും ഭക്ഷണവും ഇല്ലാതെ 80 ലക്ഷം ജനങ്ങളാണ് 2005 ഭൂചലനത്തിൽ വലഞ്ഞത്. ഈ പ്രഗ്നന്റ് ആയ സ്ത്രീകളിൽ പലരും മറ്റുള്ളവരോടൊപ്പം തുറസായ സ്ഥലങ്ങളിൽ തങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇത്തരത്തിൽ എല്ലാവരെയും ബാധിച്ചുവെങ്കിലും പ്രത്യേകിച്ച് ഈ ഗർഭിണികളെ ബാധിച്ചപ്പോൾ അവർക്ക് മാനസിക സമ്മർദ്ദം, സുരക്ഷിതത്വം ഇല്ലായ്മ, അതെല്ലാം കാരണം പലരും അത് അലസിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്നതടക്കമുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ഏജൻസിയുടെ ഏഷ്യൻ കോർഡിനേറ്റർ നൽകിയത്. ഈ 2005 ഭൂകമ്പമുണ്ടായ സമയത്ത് മോശം സാഹചര്യത്തിൽ കുട്ടികളെ പ്രസവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവിടുത്തെ വനിതകൾ അല്ലെങ്കിൽ ഗർഭിണികൾ എത്തി എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഒരു ഭൂചലനം അല്ലെങ്കിൽ ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അത് അവിടുത്തെ ജനത്തെ എങ്ങനെ ബാധിക്കും എന്നതിന്റെ നേർക്കാഴ്ചയായിരുന്നു 2005 ആ വലിയ ദുരിതം. ഇനി നമുക്ക് നേപ്പാളിലുണ്ടായ ചില ഭൂചലനങ്ങൾ, വർഷം ഒക്കെ നമുക്ക് ഒന്ന് വിശദമായി നോക്കാം. 1934 ജനുവരി 15 നേപ്പാളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പമുണ്ടായി. ഭൂകമ്പ മാപിനിയിൽ 8 ആയിരുന്നു തീവ്രത. ബീഹാർ നേപ്പാൾ ഭൂകമ്പം എന്നാണ് ഇത് അറിയപ്പെട്ടത്. ഇന്ത്യയിലും നേപ്പാളിലുമായി 16,000-ലേറെ പേരാണ് ഈ ഭൂചലനത്തിൽ മരിച്ചത്. 1980 ജൂലൈ 29 നേപ്പാളിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ 6.5 തീവ്രതയിൽ ഭൂചലനമുണ്ടായി. 100-ലേറെ പേർ കൊല്ലപ്പെട്ടു. 1988 ഓഗസ്റ്റ് 20 നേപ്പാൾ ഇന്ത്യ അതിർത്തിയിൽ 6.8 തീവ്രതയിൽ ഭൂചലനം. ഇരു രാജ്യങ്ങളുമായി 1000-ലേറെ മരണം. പ്രകമ്പനം വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മ്യാൻമാറിലും ബംഗ്ലാദേശിലും അനുഭവപ്പെട്ടു. 2011 സെപ്റ്റംബർ 18 6.9 തീവ്രതയിലുണ്ടായ ഭൂചലനം. നേപ്പാളിലും ഇന്ത്യയിലുമായി 16 പേരാണ് മരിച്ചത്. 1993, 1994, 2001, 2003 വർഷങ്ങളിൽ നേപ്പാളിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ചെറു ചലനങ്ങളുണ്ടായി. ആൾനാശം കാര്യമായി ഉണ്ടായില്ല, പക്ഷേ ലക്ഷക്കണക്കിന് കെട്ടിടങ്ങൾ തകർന്നു, പലർക്കും പരിക്കേറ്റു. ഇപ്പോൾ ഇതാ വീണ്ടും നേപ്പാളിൽ ഭൂചലനം ഉണ്ടായിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്ക അല്ലെങ്കിൽ നാശനഷ്ടം, ആൾ അപായം, അത്തരത്തിലേക്കൊന്നും കാര്യങ്ങൾ കടന്നിട്ടില്ല എന്നത് ഏറ്റവും ആശ്വാസകരമായ കാര്യം തന്നെയാണ്. മാത്രമല്ല, നേപ്പാളിൽ ഭൂചലനം ഉണ്ടായതിന് പിന്നാലെ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലും ഇതിന്റെ പ്രകമ്പനം ഉണ്ടായിരിക്കുന്നു എന്നതും ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.